Good morning. Good morning, Miss. Good morning, Good ma'am. morning. Good morning, ma'am. Good morning, Miss. Okay, നമ്മൾ abbreviations കഴിഞ്ഞ ക്ലാസ്സിൽ വരെയും ടീച്ചേഴ്സ് എവിടെ വരെ എടുത്ത് നിർത്തിയത് 236 വരെയാണ് മിസ്സിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അവിടെ വരെ എടുത്തിരുന്നോ? അവിടെ വരെയാണ് എടുത്ത് നിർത്തിയിരിക്കുന്നത്. 34 വരെ. ഓക്കെ, ഈ പേജ് തുടങ്ങി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? റെഡി? ഇവിടെ വരെ അല്ലേ? ഈ പേജ് തുടങ്ങി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 234 തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞു തന്നല്ലോ അല്ലേ? തന്നു. ശരി. ഓക്കെ, അപ്പൊ 234 അപ്പൊ തുടങ്ങുകയാണെ. ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് അബ്രീവിയേഷൻസില് ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ. അബ്രീവിയേഷൻസിന് കുറച്ചുകൂടി ഉള്ളൂ. ലാസ്റ്റ് ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. അതില് 234 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 234 വരെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ടീച്ചേഴ്സ് ബാക്കിയുള്ള ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ ഭാഗവും പഠിക്കണം കേട്ടോ. ഒരു ഭാഗം മാത്രമല്ല, അബ്രീവിയേഷൻസ് മാത്രമല്ല, എല്ലാം കവർ ചെയ്ത് വിടണേ. പ്രിഫിക്സ്, സഫിക്സ്, കോമൺ റൂട്ട് വേർഡ്സ്, അബ്രീവിയേഷൻസ് ഒക്കെ കവർ ചെയ്യാം. അതിൽ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി സ്ട്രെസ് ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പൊ അതില് 234, അതായത് സ്മോൾ ലെറ്റർ PO. സ്മോൾ ലെറ്റർ PO എന്ന് പറയുന്ന അബ്രീവിയേഷന്റെ മീനിങ് എന്താ? പെർ ഓസ്, ബൈ മൗത്ത് എന്നുള്ള അർത്ഥം. അതായത് പെർ ഓസ് എന്ന് പറയാം, അല്ലെങ്കിൽ ലാറ്റിൻ ആയിട്ടുള്ള ലാറ്റിൻ വേർഡ് ആണ് പെർ ഓസ്. അതല്ലെങ്കിൽ ബൈ മൗത്ത് എന്നുള്ള അർത്ഥം. അതായത് നമ്മുടെ മെഡിസിൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ? ഓറൽ റൂട്ട് ഓഫ് മെഡിക്കേഷൻസ് ഇല്ലേ? മരുന്നുകൾ നമ്മൾ വായിലൂടെ മൗത്തിലൂടെ കഴിക്കുന്നവയുണ്ട് ഇല്ലേ? അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ബൈ മൗത്ത് ഉണ്ട്, ബൈ ഓറലി ഉണ്ട് അല്ലെ? ഓറലി എന്നുള്ള അർത്ഥം അല്ലെ? അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ സ്മോൾ ലെറ്റർ PO എന്ന് പറഞ്ഞാൽ പെർ ഓസ് ആണ്. അതായത് ബൈ മൗത്ത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഓറൽ റൂട്ടിലൂടെ, വായിലൂടെയുള്ള ആ ഒരു മരുന്നിന്റെ അഡ്മിനിസ്ട്രേഷനെയാണ് നമ്മൾ ബൈ മൗത്ത് അല്ലെങ്കിൽ പെർ ഓസ് PO എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ സ്മോൾ ലെറ്റർ PO ആണ് കേട്ടോ. ദെൻ ക്യാപിറ്റൽ ലെറ്റർ PO എന്ന് പറഞ്ഞാല് പോസ്റ്റ് ഓപ്പറേറ്റീവ്, അതായത് പോസ്റ്റ് OP എന്ന് വെച്ചാൽ എന്താണ്? ഒക്യൂറിംഗ് ആഫ്റ്റർ സർജറി അല്ലെ? ശസ്ത്രക്രിയക്ക് ശേഷമുള്ള സംഭവങ്ങൾ അല്ലെ ഉദ്ദേശിക്കുന്നത്. പോസ്റ്റ് ഓപ്പറേറ്റീവ് എന്ന് പറയുമ്പോ ഓപ്പറേഷന് പ്രീ ഓപ്പറേറ്റീവ് എന്ന് പറയുമ്പോഴോ? പ്രീ എന്ന് പറയുമ്പോ എന്താ ഉദ്ദേശിക്കുന്നത്? സർജറിക്ക് മുൻപുള്ള അല്ലേ? മുൻപുള്ള കാര്യങ്ങളെ പ്രീ എന്നും ശേഷമുള്ള കാര്യങ്ങളെ പോസ്റ്റ് എന്നുമാണ് നമ്മൾ പറയാം. അപ്പൊ അവിടെ പോസ്റ്റ് ഓപ്പറേറ്റീവ് എന്ന് പറയുമ്പോൾ സർജറിക്ക് ശേഷം അല്ലെ? ഒക്യൂറിംഗ് ആഫ്റ്റർ സർജറി, സർജറിക്ക് ശേഷം നടക്കുന്ന കാര്യങ്ങളാണ് പോസ്റ്റ് OP അല്ലെങ്കിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ്. അത് ക്യാപിറ്റൽ ലെറ്റർ PO ആണ് കേട്ടോ. മാറിപ്പോവരുത്. സ്മോൾ ലെറ്റർ PO ആണെങ്കിൽ പെർ ഓസ്, ബൈ മൗത്ത് എന്നുള്ള അർത്ഥം മീനിങ് ആണ് വരിക. ക്യാപിറ്റൽ ലെറ്റർ PO ആകുമ്പോ പോസ്റ്റ് ഓപ്പറേറ്റീവ് അല്ലെങ്കിൽ പോസ്റ്റ് OP എന്നുള്ള അർത്ഥമാണ് വരുന്നത് കേട്ടോ. ദെൻ അടുത്തതാണ് PO2. PO2 എന്ന് പറഞ്ഞാല് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. അതായത് നമ്മുടെ ബ്ലഡിലെ ഓക്സിജന്റെ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഗ്യാസ് ഡിസോൾവ് ഇൻ ബ്ലഡ്. നമ്മുടെ ബ്ലഡിൽ എത്രത്തോളം എമൗണ്ട് ഓഫ് ഓക്സിജൻ ഗ്യാസ് ഡിസോൾവ് ആയിട്ടുണ്ട് എന്നതിന്റെ ആ ഒരു മെഷർ അല്ലെങ്കിൽ ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ PO2 എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അടുത്തതാണ് PRN, ക്യാപിറ്റൽ ലെറ്റർ PRN. PRN എന്ന് പറഞ്ഞാൽ പ്രോറിനേറ്റ, അതായത് ആസ് നീഡഡ്. ഇതും നമ്മുടെ മരുന്നുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാറുണ്ട് ഇല്ലേ? പറയാറുണ്ടോ? പ്രോറിനേറ്റ, ആസ് നീഡഡ്. ചില മരുന്നുകൾ ഡോക്ടേഴ്സ് എങ്ങനെയാ പറയാ? നിർബന്ധമായിട്ടും കഴിക്കണമെന്നൊന്നും പറയില്ല അല്ലെ? നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോ കഴിച്ചാൽ മതി പറയാറില്ലേ? ഇപ്പൊ വേദന സംഹാരികളാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മരുന്നുകളാവാം. ആവശ്യമുള്ളപ്പോ മാത്രം നിങ്ങൾ കഴിച്ചാൽ മതി അല്ലെ? പറയാറില്ലേ? ഉണ്ടോ? ഡോക്ടേഴ്സ് ഒക്കെ ഇപ്പൊ നല്ല ഫീവർ ഉണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി, അല്ലെങ്കിൽ നല്ല വോമിറ്റിംഗ് വരുമ്പോ മാത്രം കഴിച്ചാൽ മതി എന്ന് പറയുന്ന കുറെ മരുന്നുകളില്ലേ? അതാണ് ആസ് നീഡഡ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ PRN, അതായത് പ്രോറിനേറ്റ, ആസ് നീഡഡ്. ദെൻ അടുത്തത് സ്മോൾ ലെറ്റർ PSI, അതായത് ഇതൊരു എന്താണ് മെഷർമെന്റ് ആണ്, നമ്മുടെ യൂണിറ്റ് ആണ് കേട്ടോ. പ്രഷറിന്റെ ഒരു യൂണിറ്റ് ആണ്. പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച്, പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച്. അതായത് സ്മോൾ ലെറ്റർ PSI, പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഓഫ് പ്രഷർ. പ്രഷറിന്റെ ഒരു മെഷർമെന്റ് യൂണിറ്റ് ആണ് പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച് എന്ന് പറയുന്നത്.
അടുത്തത് ക്യാപിറ്റൽ ലെറ്റർ PSVT. ക്യാപിറ്റൽ ലെറ്റർ PSVT. PSVT എന്ന് പറഞ്ഞാൽ പാരാക്സിസ്മൽ സൂപ്രാവെൻട്രിക്കുലർ ടക്കികാർഡിയ. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഇറഗുലർ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റിനെയാണ് നമ്മൾ പറയുന്നത്. അതായത് ഹാർട്ട് ബീറ്റ് വളരെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ വളരെ ടു ഫാസ്റ്റ് ആയിരിക്കും. സ്റ്റാർട്ടിങ് ആൻഡ് സ്റ്റോപ്പിംഗ് സഡൻലി, പെട്ടെന്ന് ആരംഭിക്കും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യും. അത്തരത്തിലുള്ള ഇറഗുലർ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റിനെയാണ് നമ്മൾ പാരോക്സിസ്മൽ സൂപ്രാവെൻട്രിക്കുലർ ടക്കികാർഡിയ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ അബ്രിവിയേറ്റഡ് ആയിട്ട് നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ PSVT എന്നതുകൊണ്ട് സൂചിപ്പിക്കാം. PSVT എന്ന് പറഞ്ഞാൽ പാരോക്സിസ്മൽ സൂപ്രാവെൻട്രിക്കുലർ ടക്കികാർഡിയ. ഇറഗുലർ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ് ആണ്. ഹാർട്ട് ബീറ്റ് വളരെ ടു ഫാസ്റ്റ് ആയിരിക്കും. സ്റ്റാർട്ടിങ് ആൻഡ് സ്റ്റോപ്പിംഗ് സഡൻലി, പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഹാർട്ട് ബീറ്റിനെ. അടുത്തത് സ്മോൾ ലെറ്റർ PT. സ്മോൾ ലെറ്റർ PT ആണെങ്കിൽ പേഷ്യന്റ് ആണെന്ന് അർത്ഥം. പേഷ്യന്റ് നിങ്ങൾ ടെക്സ്റ്റുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ചില ടേംസിൽ PT എന്ന് കൊടുക്കാറുണ്ട്. സ്മോൾ ലെറ്റർ PT അതായത് പേഷ്യന്റിനെയാണ് സൂചിപ്പിക്കുക. ഇനി ക്യാപിറ്റൽ ലെറ്റർ ഇത് രണ്ടും തിരിക്കുക കേട്ടോ, രണ്ടും മാറിപ്പോവാം. നമ്മുടെ നേരത്തെ PO പറഞ്ഞ പോലെ തന്നെ ഇതും മാറിപ്പോവാട്ടോ. അപ്പൊ ക്യാപിറ്റൽ ലെറ്റർ PT ആണെങ്കിൽ അത് ഫിസിക്കൽ തെറാപ്പിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ സ്മോൾ ലെറ്റർ PT ആണെങ്കിൽ പേഷ്യന്റ് എന്നാണ്, ക്യാപിറ്റൽ ലെറ്റർ PT ആണെങ്കിൽ അത് ഫിസിക്കൽ തെറാപ്പിയാണ് സൂചിപ്പിക്കുന്നത്. മാറിപ്പോകരുതേ. ഒന്ന് അങ്ങനത്തെ വരുന്നതൊക്കെ ഒന്നുകൂടി നോക്കി വെക്കണം കേട്ടോ. കാരണം പെട്ടെന്ന് നമുക്ക് ഓപ്ഷനില് ഫിസിക്കൽ തെറാപ്പി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും, അതല്ലെങ്കിൽ പേഷ്യന്റ് എന്നുള്ളൊരു ഓപ്ഷനും, ഈ രണ്ട് ഓപ്ഷനും ഉണ്ടാവും കേട്ടോ. അപ്പൊ അതിൽ ഏതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിച്ച് വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. അടുത്തത് ക്യാപിറ്റൽ ലെറ്റർ PTA. ക്യാപിറ്റൽ ലെറ്റർ PTA എന്ന് പറഞ്ഞാൽ പ്രയർ ടു അഡ്മിഷൻ, അതായത് അഡ്മിഷന് മുൻപ് നമ്മൾ പറയാറുണ്ട് പേഷ്യൻസിന്റെ ഹെൽത്ത് സ്റ്റാറ്റസ് അഡ്മിഷന് മുൻപ് എങ്ങനെയാണ് എന്ന് ചോദിക്കും അല്ലെ. അതാണ് പ്രയർ ടു അഡ്മിഷൻ. അഡ്മിഷന് മുൻപ് പേഷ്യന്റിന്റെ ഹെൽത്ത് സ്റ്റാറ്റസ് ബിഫോർ ദി ആർ അഡ്മിറ്റഡ്. അഡ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് അവരുടെ പേഷ്യന്റിന്റെ ഹെൽത്ത് സ്റ്റാറ്റസ് എങ്ങനെയാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു അബ്രിവിയേഷൻ ആണ് പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിൻ ആന്റിസിഡൻ. അപ്പൊ PTA-യുടെ എക്സ്പാൻഡഡ് ഫോം, ക്യാപിറ്റൽ ലെറ്റർ PTA-യുടെ എക്സ്പാൻഡഡ് ഫോം ചോദിച്ചാൽ രണ്ടും ശരിയാണ് കേട്ടോ. പ്രയർ ടു അഡ്മിഷൻ എന്ന് പറഞ്ഞാലും ഓപ്ഷനിൽ ചിലപ്പോൾ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ പ്രയർ ടു അഡ്മിഷൻ എന്ന് പറയുന്ന ആ ഒരു ആൻസർ മാത്രം ചൂസ് ചെയ്താൽ മതി. ഇൻ കേസ് ചിലപ്പോൾ രണ്ട് ഓപ്ഷനും ഉണ്ടാവും. പ്രയർ ടു അഡ്മിഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവാം, പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിൻ ആന്റിസിഡന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഏത് സെലക്ട് ചെയ്യും? ഏത് സെലക്ട് ചെയ്യും? ഏത് സെലക്ട് ചെയ്യും? അപ്പൊ മൂന്നാമത്തെ ഓപ്ഷൻ എന്തായിരിക്കും? രണ്ടും സെലക്ട് ചെയ്യണം അല്ലെ, കാരണം രണ്ടും ശരിയാണ്. അപ്പൊ മൂന്നാമത്തെ ഓപ്ഷൻ എന്തായിരിക്കും? ബോത്ത് A and B എന്നുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും മൂന്നാമത്തത്. കാരണം മുകളിലുള്ള രണ്ടും ശരിയാണല്ലോ. അപ്പൊ ബോത്ത് A and B എന്നുള്ളതായിരിക്കും. അല്ല എങ്കിൽ ചിലപ്പോ മൂന്ന് ഓപ്ഷന് രണ്ടെണ്ണം ശരിയാക്കി കൊടുക്കാം, അങ്ങനെയും വരാറുണ്ട് കേട്ടോ. അപ്പൊ ഓൾറെഡി രണ്ട് ഓപ്ഷൻ ശരിയാണ്, മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. അപ്പൊ നാലാമത്തതില് അല്ലെങ്കിൽ അതില് ഒരു 4 ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അതില് നിങ്ങൾക്ക് സൂചിപ്പിക്കും ബോത്ത് A and B ആണോ ശരി, ബോത്ത് A and C ആണോ ശരി, അത് തിരഞ്ഞെടുക്കാൻ പറയും. അങ്ങനെ ചോദിച്ചാലും കിട്ടില്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഒരു 4 ഓപ്ഷൻ തന്നിട്ട് ആ 4 എണ്ണത്തിൽ നമ്മൾ കാണാറില്ലേ 1, 2 and 3 ശരിയാണ്, അതേ സമയം 1ഉം 2ഉം ശരിയാണ്, അല്ലെങ്കിൽ 1ഉം 4ഉം ആണോ ശരി, അല്ലെങ്കിൽ 2ഉം 4ഉം ആണോ ശരി, അങ്ങനെ ഓപ്ഷൻസ് വരാറില്ലേ? മനസ്സിലാവുന്നുണ്ടോ മിസ് പറയുന്ന ഓപ്ഷൻ? ക്വസ്റ്റ്യന്റെ രീതികളാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ വന്നാൽ നേരിട്ട് ചിലപ്പോ അങ്ങനെ തരില്ലെങ്കിൽ ഇങ്ങനെ ചോദിച്ചാലും നിങ്ങൾ അത് ഓപ്ഷൻ ചൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണമെന്ന്. മനസ്സിലാവുന്നുണ്ടോ? അത് ഇതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല വേറെ ക്വസ്റ്റ്യൻസും ഇതുപോലത്തെ ഇതേ മോഡലുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഈ ഒരു ഭാഗം തന്നെ വരുന്നില്ല കേട്ടോ, വേറെ ഏതെങ്കിലും ഭാഗത്ത് നിന്നൊക്കെ ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ആ ഓപ്ഷൻസ് വായിച്ചു നോക്കാം. വ്യക്തമായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യനും ഓപ്ഷൻസും വായിക്കാതെ ഒരിക്കലും ആൻസർ ചെയ്യരുത് കേട്ടോ. കാരണം പിന്നീട്, കാരണം ഒന്നാമത്തെ നമ്മുടെ ഓൺലൈൻ എക്സാം ആണ്, അതുപോലെ തന്നെ നമ്മുടെ കയ്യിലെ സമയപരിധി എന്ന് പറയുന്നതും ഒരുപാട് നമ്മുടെ കയ്യിലെ സമയമില്ല അല്ലെ. അപ്പൊ നിങ്ങളിൽ പലരും ആദ്യമായിട്ട് ഓൺലൈൻ എക്സാം അറ്റൻഡ് ചെയ്യുന്ന ആളുകളും ആവാം. അപ്പൊ നമുക്ക് വായിച്ച് അതൊന്ന് മനസ്സിലാക്കി ഒറ്റ പ്രാവശ്യം വായിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഒന്ന് മനസ്സിരുത്തി അതൊന്ന് വായിക്കാം. ക്വസ്റ്റ്യനും വായിക്കാം, ഓപ്ഷൻസും വായിക്കാം.
എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പഠിച്ചിരിക്കുന്നതൊന്ന് ഓർത്തെടുത്ത് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അല്ലാതെ വെറുതെ ടെൻഷൻ അടിച്ച് ഒരുപാട് ടെൻഷൻ അടിച്ചിട്ട് നമുക്കൊരു കാര്യമില്ല അല്ലെ. നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ആ ടെൻഷൻ കൊണ്ട് നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റുമോ? പറ്റില്ല അല്ലെ. അപ്പൊ ആ ഒരു കിട്ടുന്ന മാക്സിമം സമയം നമ്മൾ എന്ത് ചെയ്യാം, ടെൻഷൻ അടിക്കാതെ ഒന്ന് റിലാക്സ് ചെയ്തിരുന്നാൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ഓപ്ഷൻസ് വായിക്കാം. ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ഒന്ന് വ്യക്തമായിട്ട് വായിച്ച് ആൻസർ ചെയ്യാൻ നോക്കാം കേട്ടോ. ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് നമുക്ക് ഒരു നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഉണ്ടാവാറ്. അത് നമ്മൾ വ്യക്തമായിട്ട് അതിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കുള്ളൂ. ഓപ്ഷൻ കാണുമ്പോഴാണ് നമ്മുടെ കൺഫ്യൂഷൻ വരിക അല്ലെ. ഓപ്ഷൻ കാണുമ്പോഴല്ലേ, ക്വസ്റ്റ്യനിൽ നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല, ഓപ്ഷനിൽ എത്തുമ്പോഴല്ലേ കൺഫ്യൂഷൻ വരുന്നേ അല്ലെ. പല ഓപ്ഷൻ കാണുമ്പോൾ ഇതെല്ലാം ഒരുപോലെയാണല്ലോ എന്ന് തോന്നും അല്ലെ. അപ്പൊ അങ്ങനെ ഓപ്ഷനിൽ കൺഫ്യൂഷൻ വരാതിരിക്കണമെങ്കിൽ വ്യക്തമായിട്ടുള്ള ആൻസർ നമുക്ക് അറിഞ്ഞിരിക്കണം. ശരിയല്ലേ? അപ്പൊ നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. വേറെ ഏത് ഓപ്ഷനും വേണ്ട, നമുക്ക് അതിന്റെ ആൻസർ അറിയാമെങ്കിൽ കൃത്യമായിട്ട് ആൻസർ മാത്രം നമ്മൾ ചൂസ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് രണ്ടും കൊടുത്തിട്ടുള്ള, രണ്ടും ഒരുപോലെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആകുമ്പോൾ ഒന്നുകൂടി വായിക്കാം. അതിൽ ഏതൊക്കെയാണോ നമ്മുടെ കൃത്യമായിട്ടുള്ള ആൻസറുകൾ അല്ലെങ്കിൽ ഓപ്ഷൻസ് എന്ന് സെലക്ട് ചെയ്യുക. ചിലപ്പോൾ ബോത്ത് എ ആൻഡ് ബി എന്നായിരിക്കാം, ചിലപ്പോ ഫസ്റ്റ് ഓപ്ഷൻ മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഓൾ ഓഫ് ദി എബോവ് എന്നായിരിക്കും ആൻസർ വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ നൺ ഓഫ് ദീസ് എന്നായിരിക്കും, ഇതിലൊന്നുമില്ല ആൻസർ എന്നുള്ള രീതിയിലും വരാം ഇല്ലേ. ഈ 4 രീതിയിലാണ് സാധാരണ ക്വസ്റ്റ്യൻസ് വരാം, ആൻസറുകൾ വരാം. അപ്പൊ അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെ ഇത് പറയാൻ കാരണം 2 ഓപ്ഷൻസ് തന്നാൽ ബോത്ത് എ ആൻഡ് ബി ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്. ചിലപ്പോൾ ആദ്യത്തെ ഇത് നമ്മൾ ഒരെണ്ണം മാത്രമേ പഠിച്ചിട്ടുണ്ടാവുള്ളൂ അല്ലെ. ചില ആളുകൾ അങ്ങനെയുണ്ട്, ഏതെങ്കിലും ഒരു ഓപ്ഷൻ പഠിച്ചു ഒരു ആൻസർ പഠിച്ചു വെക്കും. പ്രയർ ടു അഡ്മിഷൻ, ഓക്കെ, അത് ആ ഓപ്ഷനിലുണ്ട്. അപ്പൊ എ ചൂസ് ചെയ്യുള്ളൂ, ഫസ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ അത് മാത്രം ചൂസ് ചെയ്യുള്ളൂ. അപ്പൊ അവരുടെ ആൻസർ തെറ്റിയാവും. വേറെ 2 ഓപ്ഷനുകൾ അവിടെ കിടപ്പുണ്ട്, അത് വായിച്ചിട്ടില്ല, നമുക്കറിയാവുന്ന ഓപ്ഷൻ അവിടെ ഉണ്ട്, അത് മാത്രം ചൂസ് ചെയ്യുന്നു. അങ്ങനെയും വന്നിങ്ങനെ തെറ്റി വരാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം, ക്വസ്റ്റ്യൻസ് എല്ലാം വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, അടുത്തത് പ്ലാസ്മ പ്രയർ ടു അഡ്മിഷൻ. അപ്പൊ എന്താ, അഡ്മിഷന് മുൻപ് അല്ലെ ആ ഒരു പേഷ്യന്റിന്റെ ഹെൽത്ത് സ്റ്റാറ്റസ് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ അവരുടെ വൈറ്റൽ സയൻസ് എങ്ങനെയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ അഡ്മിഷൻ മുൻപുള്ള കാര്യങ്ങളെയാണ് പ്രയർ ടു അഡ്മിഷൻ എന്ന് പറയുന്നത്. ഇനി പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിൻ ആന്റിസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാസ്മയിലുള്ള ഒരു പ്രോട്ടീൻ ആണ്. അതായത് നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ്ങിനൊക്കെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന, നമ്മുടെ ബ്ലീഡിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന പ്ലാസ്മയിലുള്ള ഒരു പ്രോട്ടീൻ ആണ് പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിൻ ആന്റിസിഡ് എന്ന് പറയുന്നത്. അതിന്റെയും ഷോർട്ട് ഫോം ക്യാപിറ്റൽ ലെറ്റർ PTA ആണ്. ഓക്കെ അല്ലേ? അടുത്തത് ക്യാപിറ്റൽ ലെറ്റർ PTT. PTT എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം. അതായത് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം ഇതൊരു ബ്ലഡ് ടെസ്റ്റ് ആണ്. അപ്പൊ എത്രത്തോളം സമയം എടുത്തുകൊണ്ടാണ് നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ആവാൻ എത്ര സമയം എടുക്കുന്നുണ്ട് അത് അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ അത് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം എന്ന് പറയുന്നത്. അപ്പൊ എത്ര സമയം എടുത്താണ് നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ആവാൻ എത്ര സമയം എടുക്കുന്നു എന്ന് മെഷർ ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷോർട്ട് വേർഡ് ആയിട്ട് PTT എന്ന് പറയാം. ഇനി അടുത്തതാണ് PVC. PVC നിങ്ങൾ കേട്ടിട്ടില്ലേ? PVC പൈപ്സ് ഒക്കെ കേട്ടിട്ടില്ലേ? അത് കേട്ടിട്ടില്ലേ? പരസ്യങ്ങളിലൊക്കെ കേട്ടിട്ടില്ലേ? PVC പൈപ്പുകളുടെ പരസ്യങ്ങൾ കേട്ടിട്ടില്ലേ? അതെന്താണ്? ഇപ്പൊ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെയും 2 എണ്ണം ഉണ്ട്. പോളിവിനൈൽ ക്ലോറൈഡ്, അതാണ് നമ്മുടെ PVCയുടെ ഏത് പ്ലാസ്റ്റിക് മെറ്റീരിയലുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പാൻഡഡ് ഫോം. പോളിവിനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ നമ്മുടെ PVC പൈപ്പുകൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ഇത് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് പോളിവിനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ PVC. അതുകൊണ്ട് അതല്ലാതെ പ്രിമച്വർ വെൻട്രിക്കുലർ കോംപ്ലക്സ്, ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം അല്ലെങ്കിൽ ഷോർട്ട് ഫോം PVC തന്നെയാണ് കേട്ടോ. പ്രിമച്വർ വെൻട്രിക്കുലർ കോംപ്ലക്സ്. പ്രിമച്വർ വെൻട്രിക്കുലർ കോംപ്ലക്സ് എന്ന് പറഞ്ഞാല് ഒരു എക്സ്ട്രാ ഹാർട്ട് ബീറ്റ് എന്ത് ചെയ്യുന്നു, വെൻട്രിക്കിൾസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു എക്സ്ട്രാ ഹാർട്ട് ബീറ്റിനെയാണ് നമ്മുടെ പ്രീമച്വർ വെൻട്രിക്കുലർ കോംപ്ലക്സ് എന്ന് പറയുന്നത്. നമ്മുടെ സാധാരണ നോർമൽ ആയിട്ടുള്ള ഹാർട്ട് റിതത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്ന വെൻട്രിക്കിളിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു എക്സ്ട്രാ ഹാർട്ട് ബീറ്റ് ആണ് പ്രീമച്വർ വെൻട്രിക്കുലർ കോംപ്ലക്സ്.
അപ്പൊ PVCയുടെ രണ്ടെണ്ണം ഉണ്ട്. പ്രിമച്വർ വെൻട്രിക്കുലർ കോംപ്ലക്സും ശരിയാണ്. പോളിവിനൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാലും അതും ശരിയാണ് കേട്ടോ. അടുത്തതാണ് ക്യാപിറ്റൽ ലെറ്റർ PVD. ക്യാപിറ്റൽ ലെറ്റർ PVD എന്ന് പറഞ്ഞാൽ പെരിഫറൽ വാസ്കുലാർ ഡിസീസ്. പെരിഫറൽ വാസ്കുലാർ ഡിസീസ്. ഇതാണ് പെരിഫറൽ വാസ്കുലാർ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആർട്ടറിയുടെയും വെയിൻസിലോട്ടൊക്കെയുള്ള വെയിൻസ് ഒക്കെ നാരോ പോകുന്ന, അതായത് നാരോ ആവുമ്പോൾ എന്താ പറ്റുക, അതിലൂടെ ബ്ലോക്കേജ് ഉണ്ടാവും അല്ലെ, ബ്ലഡ് ഫ്ലോ നന്നായിട്ട് നടക്കില്ല. ആ ഒരു കണ്ടീഷനാണ് പെരിഫറൽ വാസ്കുലാർ ഡിസീസ് എന്ന് പറയുന്നത്. ചിലപ്പോ ഫാറ്റിന്റെ ഡെപ്പോസിഷൻ ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടാവാം, എന്തെങ്കിലും രോഗത്തിന്റെ സ്മോക്കിങ്ങുമായി ബന്ധപ്പെട്ടോ ഡയബറ്റീസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏജിങ് ആവുന്നതുമായി ബന്ധപ്പെട്ടോ ഒക്കെ നമ്മുടെ എന്താണ് ബ്ലഡ് വെസൽസ് അല്ലെ ആർട്ടറിയിലും വെയിൻസിലും ഒക്കെ നാരോ ആകും. ബ്ലഡ് വെസൽസ് നാരോ ആയി പോകുന്നു, അവിടെ ആവശ്യമായിട്ടുള്ള ബ്ലഡ് കിട്ടാതെ വരുന്ന കണ്ടീഷനെയാണ് പെരിഫറൽ വാസ്കുലാർ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും വരെ വേഗം ഒന്ന് വായിച്ചു നോക്കി. 245 വരെ കേട്ടോ. വായിച്ച് കഴിയുമ്പോൾ റിപ്ലൈ ചെയ്യണേ. ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ആണ് ക്യൂ. ക്യൂ എന്ന് സ്മോൾ ലെറ്റർ ക്യൂ ആണ്. എവരി, എവരി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇല്ല എവരി. ഓക്കെ, അടുത്തത് ഇത് നമ്മുടെ മെഡിസിൻസുമായി ബന്ധപ്പെട്ട് യൂസ് ചെയ്യുന്ന ടേംസ് ആണ് കേട്ടോ. QD, സ്മോൾ ലെറ്റർ QD എന്ന് പറഞ്ഞാല് എവരിഡേ. അപ്പൊ നമ്മള് മെഡിസിൻസുമായി ബന്ധപ്പെട്ട് യൂസ് ചെയ്യാറില്ലേ എവരിഡേ, എല്ലാ ദിവസവും മരുന്നുകൾ കഴിക്കേണ്ടതായിട്ടുള്ള മരുന്നുകളുണ്ട് ഇല്ലേ. QH എന്ന് പറഞ്ഞാൽ എവരി അവർ, ഓരോ മണിക്കൂർ കൂടുമ്പോഴും കഴിക്കേണ്ട മെഡിസിൻസ് ഇല്ലേ, ഉണ്ടോ? ഉണ്ട്. അപ്പൊ അതിനെയാണ് കേട്ടോ ഇവിടെ സൂചിപ്പിക്കുന്നത്. Q എന്ന് പറഞ്ഞാൽ എവരി, QD എന്ന് പറഞ്ഞാൽ എവരിഡേ, QH എന്ന് പറഞ്ഞാൽ എവരി അവർ. അത് മാറിപ്പോവില്ലല്ലോ. ആ ഒരെണ്ണം പഠിച്ചു. Q എന്ന് പറയുന്നത് എവരി മനസ്സിലാക്കിയാൽ ബാക്കിയെല്ലാം എഴുതാലോ അല്ലെ. എവരി ഡേ, D എന്ന് പറയുമ്പോൾ ഡിയുടെ ഡേ ആണെന്ന് നോക്കുക. H ന്റെ ഏതാണ് അവർ ആണെന്ന് നോക്കുക. ദെൻ QID, QID എന്ന് പറഞ്ഞാല് 4 ടൈം എ ഡേ, അതായത് ദിവസത്തിൽ 4 തവണ എന്ന് പറയാറില്ലേ, ഉണ്ടോ? ദിവസത്തിൽ 4 തവണ, ഒരു ദിവസം 4 തവണ മരുന്നുകൾ കഴിക്കേണ്ട മരുന്നുകളുണ്ട് അല്ലെ. ഇതൊക്കെ മെഡിസിൻസ് യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ, നമ്മള് മെഡിക്കേഷൻസുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ് 4 ടൈംസ് എ ഡേ. Then QOD എന്ന് പറഞ്ഞാൽ എവരി അതർ ഡേ, ഒന്നിടവിട്ട് നമ്മൾ കഴിക്കേണ്ടതായിട്ടുള്ള മരുന്നുകളുണ്ട് ഇല്ലേ. ഇപ്പൊ ഇന്ന് കഴിച്ചാൽ നാളെ വേണ്ട, എവരി അതർ ഡേ, അടുത്ത ദിവസമായിരിക്കണം നമ്മൾ അത് കഴിക്കേണ്ടത്. അതാണ് ഉദ്ദേശിക്കുന്നത് QOD. ഇതൊക്കെ Q എവരി, QD every day, QH every hour, QID 4 time a day, QOD every other day. And next one ആണ് RA, capital letter RA, rheumatoid arthritis എന്നും പറയാം, റൈറ്റ് ഏട്രിയം എന്നും പറയാറുണ്ട് കേട്ടോ. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്താ, നമ്മുടെ ജോയിന്റ്സിലും ഒക്കെ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷനെയാണ് അല്ലെ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. സന്ധിവാതം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, മലയാളത്തില് സന്ധിവാതം എന്നൊക്കെ പറയാറില്ലേ, അതാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് കേട്ടോ. നമ്മുടെ ജോയിന്റ്സിലും അതിന്റെ സറൗണ്ടിങ് ടിഷ്യൂസിലും ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനെയാണ് നമ്മൾ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അടുത്തത് റൈറ്റ് ഏട്രിയം. റൈറ്റ് ഏട്രിയത്തിനെയും നമ്മൾ ഷോർട്ട് വേർഡ് ആയിട്ട് RA എന്നാണ് സൂചിപ്പിക്കുക. അതായത് നമ്മുടെ ഹാർട്ടിന്റെ റൈറ്റ് സൈഡില് ഏട്രിയം ഉണ്ട്, വെൻട്രിക്കിൾസ് ഉണ്ട് അല്ലെ. 4 ചേമ്പേഴ്സ് ആണ് ഹാർട്ടിനുള്ളത്. റൈറ്റ് സൈഡിലെ മുകളിലത്തെ ചേമ്പറിനെയാണ് റൈറ്റ് ഏട്രിയം എന്ന് പറയുന്നത്. അടുത്തത് ക്യാപിറ്റൽ ലെറ്റർ RAD, റിയാക്റ്റീവ് എയർവേ ഡിസീസ്. അതുപോലെ തന്നെ റൈറ്റ് ആക്സിസ് ഡീവിയേഷൻ. റിയാക്റ്റീവ് എയർവേസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബ്രീത്തിങ് സിംറ്റംസ് സിമിലർ ടു ആസ്മ, ആസ്മയോട് സിമിലർ ആയിട്ടുള്ള ബ്രീത്തിങ് സിംറ്റംസ് കാണിക്കുന്ന രോഗാവസ്ഥയാണ്
റൈറ്റ് ആക്സിസ് ഡീവിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ്. അടുത്തത് അറിയാലോ, ക്യാപിറ്റൽ ലെറ്റർ RBC, റെഡ് ബ്ലഡ് സെൽ അറിയാലോ ഇല്ലേ? അതറിയില്ലേ? റെഡ് ബ്ലഡ് സെൽ. ഓക്കെ. RH എന്ന് പറഞ്ഞാൽ റിസസ് ബ്ലഡ് ഫാക്ടർ അല്ലെങ്കിൽ റിസസ് ഫാക്ടർ എന്ന് പറയാം അല്ലെ, നമ്മൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ബ്ലഡിനെ തീരുമാനിക്കുന്ന RH ഫാക്ടർ അല്ലെങ്കിൽ റിസസ് ബ്ലഡ് ഫാക്ടർ എന്ന് പറയാറുണ്ട്. പ്രോട്ടീൻ അല്ലെ, ഒരു കെമിക്കൽ എലമെന്റിനെയും നമ്മൾ RH എന്നുകൊണ്ട് സൂചിപ്പിക്കാറുണ്ട്. അടുത്തതാണ് ക്യാപിറ്റൽ ലെറ്റർ RHD. RHD എന്ന് പറഞ്ഞാൽ റുമാറ്റിക് ഹാർട്ട് ഡിസീസ്. അതായത് നമ്മുടെ ഹാർട്ടിന്റെ വാൽവ്സ്, ഹാർട്ടിന്റെ മസിൽസ് ഒക്കെ ഡാമേജ്ഡ് ആവുന്ന ഒരു കണ്ടീഷനാണ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും വേഗം ഒന്ന് വായിച്ചു നോക്കാം. ബാക്കിയുള്ള ഭാഗം അതിനുശേഷം ഇമ്പോർട്ടന്റ് ഏതൊക്കെയാണ് പറഞ്ഞുതരാം. വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, പറയട്ടെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പറയട്ടെ. നോക്കിയില്ലേ? നോക്ക്, എഴുതിക്കോട്ടോ, നോട്ട് ചെയ്യണേ. 240, 240, 241, 240, 241, 242, 240, 241, 242. ഇനി 245, 245, 245, 247, 247, 247, 247, 253, 253, 254, 255. ആ ലാസ്റ്റത്തെ മൂന്നെണ്ണം ഉണ്ട് കേട്ടാ. 253, 254, 255 അതുണ്ട്. മുകളിലെ 247 ഉണ്ട്, 245 ഉണ്ട്, then 240, 241, 242. ക്ലിയർ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവല്ലോ. നെക്സ്റ്റ് വൺ ആണ് ക്യാപിറ്റൽ ലെറ്റർ RL. ക്യാപിറ്റൽ ലെറ്റർ RL എന്ന് പറഞ്ഞാൽ റിംഗാസ് ലാക്ടേറ്റ്. അതായത് നമ്മുടെ ഡീഹൈഡ്രേഷനോ അല്ലെങ്കിൽ BP ബ്ലഡ് പ്രഷർ ഒക്കെ കുറയുമ്പോൾ നമുക്ക് IV ഫ്ലൂയിഡ് തരാറുണ്ട് അല്ലേ? സോഡിയം ലാക്ടേറ്റ് സൊല്യൂഷൻ അതിനെയാണ് കേട്ടോ നമ്മള് ഡ്രിപ്സ് ഒക്കെ തരാറില്ലേ, അതേ രീതി അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഡിയം ലാക്ടേറ്റ് സൊല്യൂഷനെയാണ് നമ്മൾ റിംഗാസ് ലാക്ടേറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ RL എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദെൻ അടുത്തത് ക്യാപിറ്റൽ ലെറ്റർ RLL എന്ന് പറഞ്ഞാൽ റൈറ്റ് ലോവർ ലോബ് ഓഫ് ദ ലെങ്സ്. നമ്മുടെ ലെങ്സിന്റെ ലോവർ പോർഷൻ, അതായത് ലെങ്സിനെ 4 ഭാഗങ്ങളാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റൈറ്റ് സൈഡിലുള്ള, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലെങ്സ് ആണെങ്കിൽ അതിന്റെ റൈറ്റ് ലെങ്സിന്റെ റൈറ്റ് സൈഡിലുള്ള ലെങ്സിന്റെ ലോവർ ലോബ് താഴെയുള്ള വശത്തെയാണ് നമ്മൾ RLL എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. Then RLQ എന്നാൽ റൈറ്റ് ലോവർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ. നമ്മുടെ അബ്ഡോമന്റെ റൈറ്റ് ലോവർ ക്വാഡ്രന്റ് എന്ന് വെച്ചാൽ നമ്മുടെ അബ്ഡോമന്റെ ഇതുപോലെ തന്നെ 4 ഭാഗമായിട്ട് തിരിക്കുകയാണെങ്കിൽ അതില് റൈറ്റ് സൈഡിലെ ലോവർ പോർഷനെയാണ് നമ്മൾ RLQ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ക്യാപിറ്റൽ ലെറ്റർ RN. എന്താണ് RN? രജിസ്റ്റേർഡ് നേഴ്സ്. നമ്മൾ യൂസ് ചെയ്യാറുള്ള ടേം അല്ലേ രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറയുന്നത് അല്ലെ? O എന്ന് പറഞ്ഞാൽ റൂൾ ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നുള്ള അർത്ഥമാണ്. അതായത് ഇപ്പൊ ഒരു വ്യക്തി ചെസ്റ്റ് പെയിനുമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നത് വിചാരിക്കും. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവർക്ക് എന്താണ് ഹാർട്ട് അറ്റാക്കിന്റെ ആണോ ഈ ചെസ്റ്റ് പെയിൻ എന്ന് ആദ്യം അറിയണം അല്ലെ? അങ്ങനെ അറിഞ്ഞിട്ട് വേണം ഓരോ ഓപ്ഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം പരിശോധിച്ച് അതല്ലെങ്കിൽ അത് ഒഴിവാക്കണം അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ECG എടുക്കാറുണ്ട് അല്ലേ? ഹാർട്ടിന്റെ പ്രോബ്ലം ആണോ അതുവഴിയാണോ ചെസ്റ്റ് പെയിൻ വന്നിരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ ECG എടുക്കും, അതുമായി ബന്ധപ്പെട്ട മറ്റു ബ്ലഡ് ടെസ്റ്റുകൾ നടത്തും. അപ്പൊ അതിന്റെ റിസൾട്ട് നോർമൽ ആണെങ്കിൽ നമുക്ക് എന്ത് വഴിയല്ല ഈ ഒരു ചെസ്റ്റ് പെയിൻ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഹാർട്ട് അറ്റാക്കും അല്ലെങ്കിൽ ഹാർട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നം കൊണ്ടല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇല്ലേ? അപ്പൊ നമുക്ക് ആ ഒരു സാധ്യത എന്ത് ചെയ്യാം, തള്ളിക്കളയാം അല്ലെങ്കിൽ ഒഴിവാക്കാം ഇല്ലേ?
അതാണ് റൂൾ ഔട്ട് ചെയ്യാന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് ക്യാപിറ്റൽ ലെറ്റർ ROM. ROM എന്ന് പറഞ്ഞാൽ റേഞ്ച് ഓഫ് മോഷൻ അല്ലെങ്കിൽ റപ്ചർ ഓഫ് മെംബ്രെയിൻ. റേഞ്ച് ഓഫ് മോഷൻ, റപ്ചർ ഓഫ് മെംബ്രെയിൻ രണ്ടും ഉണ്ട് കേട്ടോ. റേഞ്ച് ഓഫ് മോഷൻ എന്ന് പറഞ്ഞാല് എത്രത്തോളം നമ്മുടെ ബോഡിക്ക് മൂവ് ചെയ്യാൻ, ഒരു ജോയിന്റിന് എത്ര എക്സ്റ്റെന്റ് വരെയും മൂവ് ചെയ്യാൻ സാധിക്കും. അതാണ് റേഞ്ച് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. റപ്ചർ ഓഫ് മെംബ്രെയിൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ബ്രേക്കിംഗ് ഓഫ് അമ്നിയോട്ടിക് സാക്ക് ഒക്കെ ബ്രേക്ക് ചെയ്യുക. പ്രഗ്നൻസി സമയങ്ങളിൽ ഡെലിവറിയോട് അടുത്ത് ഡ്യൂറിംഗ് പ്രഗ്നൻസിയുടെ സമയത്ത് അമ്നിയോട്ടിക് സാക്ക് എന്ത് ചെയ്യാറുണ്ട്? ബ്രേക്ക് ചെയ്യാറുണ്ട്. വാട്ടർ ബ്രേക്കിംഗ് നടത്താറുണ്ട് അല്ലെ? ഇല്ലേ? അമ്നിയോട്ടിക് സാക്ക് ബ്രേക്ക് ആവാറുണ്ട് ചില കേസുകളിൽ, പ്രഗ്നന്റ് ലേഡീസിന്റെ കേസുകൾ. അതാണ് റപ്ചർ ഓഫ് മെംബ്രെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് RUL എന്ന് പറഞ്ഞാല് റൈറ്റ് അപ്പർ ലോബ് ഓഫ് ദ ലെൻസ്. നമ്മൾ നേരത്തെ RLL പറഞ്ഞിരുന്നു, അതേപോലെ തന്നെ RUL എന്ന് പറഞ്ഞാൽ റൈറ്റ് അപ്പർ ലോബ് ഓഫ് ദ ലെൻസ്. ലെൻസിന്റെ റൈറ്റ് സൈഡിലെ ലെൻസിന്റെ മുകൾ ഭാഗത്തെയാണ് നമ്മൾ RUL എന്ന് പറയുന്നത്. ഇനി RUQ എന്ന് പറഞ്ഞാൽ റൈറ്റ് അപ്പർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ. നമ്മുടെ അബ്ഡോമന്റെ 4 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് റൈറ്റ് സൈഡിലെ മുകൾ ഭാഗത്തെയാണ് നമ്മൾ RUQ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാപിറ്റൽ ലെറ്റർ RX, ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. പ്രിസ്ക്രിപ്ഷൻ ആണ് കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ RXനെയാണ് നമ്മൾ പ്രിസ്ക്രിപ്ഷൻ എന്നതുകൊണ്ടാണ് സൂചിപ്പിക്കുക. പ്രിസ്ക്രിപ്ഷൻ ആണ് കേട്ടോ RX എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ്. സ്മോൾ ലെറ്റർ S ഒരു ഹൈഫൺ ഇട്ടാൽ വിത്തൗട്ട് എന്നർത്ഥമാണ്. ക്യാപിറ്റൽ ലെറ്റർ SC എന്ന് പറഞ്ഞാൽ സബ്ക്യൂട്ടേനിയസ്. അതുപോലെ രണ്ടാണ് കേട്ടോ. സബ്ക്യൂട്ടേനിയസ് കോമ സെക്രീറ്ററി കമ്പോണന്റ്, രണ്ടും ഒന്നല്ലേ. സബ്ക്യൂട്ടേനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്കിന്നിന് താഴെയുള്ള ഒരു ടിഷ്യൂ ലെയറിനെയാണ് സബ്ക്യൂട്ടേനിയസ് ലെയർ എന്ന് പറയുന്നത്. ഇഞ്ചക്ഷൻസും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ചർമ്മത്തിന് അടിയിലായിട്ട് സബ്ക്യൂട്ടേനിയസ് ആയിട്ട് കൊടുക്കാറുണ്ട്. ടിഷ്യൂ ലെയർ നമ്മുടെ സ്കിന്നിന് ബിനീത്ത് സ്കിന്നിന് താഴെയായിട്ട് കാണുന്ന ഒരു ടിഷ്യൂ ലെയറിനെയാണ് സബ്ക്യൂട്ടേനിയസ് എന്ന് പറയുന്നത്. സെക്രീറ്ററി കമ്പോണന്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ പ്രോട്ടീൻ ആണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിലൊക്കെ വളരെ പ്രധാന പങ്ക് വഹിക്കുന്ന ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട പ്രിവെൻഷനിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു പ്രോട്ടീൻ ആണ് സെക്രീറ്ററി കമ്പോണന്റ് എന്ന് പറയുന്നത്. അടുത്തത് ക്യാപിറ്റൽ ലെറ്റർ SICU. SIC എന്ന് പറഞ്ഞാൽ സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിനെയാണ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടില്ലേ? SICU പഠിച്ചിട്ടില്ലേ? സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ. അടുത്തതാണ് ക്യാപിറ്റൽ ലെറ്റർ SIDS. SIDS എന്ന് പറഞ്ഞാൽ സഡൻ ഇൻഫാന്റ് ഡെത്ത് സിൻഡ്രോം. പെട്ടെന്നുണ്ടാവുന്ന കുട്ടികളുടെ മരണം. അതായത് ഒരു വയസ്സോളം പ്രായമായിട്ടുള്ള, 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്, ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളാവും, അത് സ്ലീപ്പിംഗ് സമയത്തൊക്കെ ചിലപ്പോൾ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഡെത്ത് ഓഫ് എന്താണ് യൂഷ്വലി 1 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സഡൻ ആയിട്ടുള്ള പെട്ടെന്നുണ്ടാവുന്ന എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള, എന്താണ് കാരണം നമുക്ക് പറയാൻ പറ്റുന്നത്, പെട്ടെന്നുണ്ടാകുന്ന മരണത്തെയാണ് നമ്മൾ സഡൻ ഇൻഫാന്റ് ഡെത്ത് സിൻഡ്രോം എന്ന് പറയുന്നത്. അടുത്തത് ക്യാപിറ്റൽ ലെറ്റർ SL എന്ന് പറഞ്ഞാൽ സബ്ലിംഗ്വൽ. അതായത് അണ്ടർ ദ ടങ്. നമ്മുടെ നാക്കിനടിയില് സബ്ലിംഗ്വൽ ആയിട്ട് മെഡിസിൻസ് കഴിക്കാൻ പറയാം. ചില മരുന്നുകൾ നാക്കിനടിയിൽ അലിയിച്ചു കഴിക്കണമെന്ന് പറയാറില്ലേ? അതെ. അപ്പൊ അങ്ങനെ സബ്ലിംഗ്വൽ അല്ലെങ്കിൽ അണ്ടർ ദ ടങ് എന്നാണ്. സ്മോൾ ലെറ്റർ നോക്കിയ നെക്സ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ SOB എന്ന് പറഞ്ഞാൽ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്. അതായത് ബ്രീത്തിങ്ങിന് ഫീലിംഗ് ഓഫ് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് അല്ലെ? ബ്രീത്തിങ്ങില് അനുഭവപ്പെടുക. അതാണ് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. ക്യാപിറ്റൽ ലെറ്റർ SQ എന്ന് പറഞ്ഞാൽ സബ്ക്യൂട്ടേനിയസ്. സബ്ക്യൂട്ടേനിയസിന്റെ 2-3 എക്സാമ്പിൾ വരുന്നുണ്ട് കേട്ടോ ഇവിടെ. SC എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ SC എന്ന് പറഞ്ഞാൽ സബ്ക്യൂട്ടേനിയസ് ആണ്. ക്യാപിറ്റൽ ലെറ്റർ SQ എന്ന് പറഞ്ഞാൽ സബ്ക്യൂട്ടേനിയസ് ആണ്. അതുപോലെ ഇനി ഓരോന്നോടി നമ്മൾ പറയാം കേട്ടോ. അടുത്തത് സ്മോൾ ലെറ്റർ SS ആണെങ്കിൽ ഹാഫ് എന്നാണ്. 1/2. അതായത് ചില മരുന്നുകൾ നമ്മൾ പകുതി കഴിക്കാൻ പറയാറില്ലേ? മെഡിസിൻസിന്റെ 1/ന്റെ പകുതി എന്ന് പറയാറില്ല. അതാണ് ഉണ്ട് അവിടെ ഹാഫ് എന്നത് കൊണ്ട് സ്മോൾ ലെറ്റർ SS ആണ്. അടുത്തത് ക്യാപിറ്റൽ ലെറ്റർ SS എന്ന് പറഞ്ഞാൽ സൈൻസ് ആൻഡ് സിംറ്റംസ്. ഒരു രോഗവുമായി ബന്ധപ്പെട്ട അതിന്റെ സൈൻസ് എന്തൊക്കെയാണ് അല്ലെ? അതിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? മുതലായിട്ടുള്ളവ. സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അല്ലെങ്കിൽ ഉടനെ എന്നുള്ള മീനിങ് ആണ്. ക്യാപിറ്റൽ ലെറ്റർ STD എന്ന് പറഞ്ഞാൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അല്ലെ? നമ്മുടെ സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ പകരുന്ന സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ് STD. അടുത്തത്
സബ്ക്യൂ, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ സബ്ക്യൂട്ടേനിയസ്. അപ്പൊ സബ്ക്യൂട്ടേനിയസിന് എത്ര എണ്ണം പറഞ്ഞു നമ്മള്? സബ്ക്യൂ പറയാം, SQ പറയാം, SQ പറയാം കേട്ടോ. ആ ഓപ്ഷൻ ഒന്ന് ഓർത്ത് വെക്കണേ. 3 എണ്ണത്തിന്റെയും ആൻസർ ആയിട്ട് വരുന്നത് സബ്ക്യൂട്ടേനിയസ് വരുന്നതാണ് കേട്ടോ. അടുത്തത് SVT, ക്യാപിറ്റൽ ലെറ്റർ SVT എന്ന് പറഞ്ഞാല് സൂപ്രാ വെൻട്രിക്കുലാർ ടക്കിക്കാർഡിയ. ഇതും ഇതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ് ആണ്, റാപ്പിഡ് ആയിട്ടുള്ള ഹാർട്ട് ബീറ്റിനാണ് സൂപ്രാ വെൻട്രിക്കുലാർ ടക്കിക്കാർഡിയ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ലെറ്റർ SX, ഇതും ചോദിക്കാറുണ്ട് കേട്ടോ. RX ചോദിക്കാറുണ്ട്, SX ചോദിക്കാറുണ്ട്. എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഫ്രീക്വന്റ്ലി കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ RX SX. സിംറ്റംസ് ആണ് കേട്ടോ അർത്ഥം, സിംറ്റംസ്. മറ്റേത് RX എന്തായിരുന്നു? ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു കേട്ടോ, ഡിസ്ക്രിപ്ഷൻ ആണ്. SX ആണെങ്കിൽ സിംറ്റംസ് ആണ്. അടുത്തത് SYM, സ്മോൾ ലെറ്റർ SYM എന്ന് പറഞ്ഞാൽ സിംറ്റംസ്. അതിനെയും സിംറ്റംസ് തന്നെ പറയുന്നത്. അപ്പൊ രണ്ടെണ്ണോടെ സിംറ്റംസിന് SX എന്ന് പറഞ്ഞാലും SYM എന്ന് പറഞ്ഞാലും സിംറ്റംസ് തന്നെയാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയാ പേജ്. വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണേ. കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പറയട്ടെ. ഓക്കെ, നോട്ട് ചെയ്തോട്ടോ. പറയാണ് 259, 259, 261, 259, 261, 264, 264, 267, 267, 268, 268, 273, 273, 274, 274, 275, 275. ഒരെണ്ണോടെ 278, 278. ഒന്നുകൂടി പറയട്ടെ സർ. 259, 259, 261, 259, 261, 264, 264, 267, 268, 267, 268, 273, 274, 275, 278. കിട്ടിയോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാട്ടോ നമുക്ക്. നെക്സ്റ്റ് വൺ ആണ് TAB. ഇതെല്ലാം അബ്രീവിയേഷൻസ് തന്നെയാണ് കേട്ടോ. TAB, സ്മോൾ ലെറ്റർ TAB എന്ന് പറഞ്ഞാൽ ടേബിൾ എന്നർത്ഥമാണ് ടേബിൾ. അടുത്തത് ക്യാപിറ്റൽ ലെറ്റർ TB. TB നമ്മൾ എന്താ പറയാ? TB എന്ന് പറഞ്ഞ ഒരു അസുഖമില്ലേ? എന്താണ്? ട്യൂബർകുലോസിസ് വെച്ചാൽ എന്താ അസുഖമാണ്? TB ആണെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ നമ്മൾ? ഇപ്പൊ അങ്ങനെ അധികം ആൾക്കാർക്കില്ല, അതിനുള്ള റെമഡിയൽ മെഷേഴ്സ് ഒക്കെ എടുക്കുന്നത് കൊണ്ട് അങ്ങനെയില്ല അല്ലെ? ക്ഷയം, ആ രോഗത്തിന്റെ പേര് കേട്ടിട്ടില്ലേ? ക്ഷയം അല്ലെങ്കിൽ ട്യൂബർകുലോസിസ് എന്ന് പറയാം കേട്ടോ. അതിന്റെ ഷോർട്ട് ഫോം ആണ്. നമ്മുടെ ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ്. അപ്പൊ അതിന്റെ ഷോർട്ട് ഫോം ആണ് TB, ക്യാപിറ്റൽ ലെറ്റർ TB. അടുത്തത് TBA എന്ന് പറഞ്ഞാല് to be admitted or to be announced. അതായത് അവർ അഡ്മിറ്റ് ആക്കണോ വേണ്ടിയോ എന്ന കാര്യം ഇതുവരെ ഫൈനലൈസ് ചെയ്തിട്ടില്ല. അതായത് അഡ്മിറ്റ് ആക്കാം അല്ലെങ്കിൽ അത് എന്ത് ചെയ്യാം, പിന്നീട് ഡീറ്റെയിൽസ് കൺഫേം ചെയ്യാം എന്നുള്ളൊരു അർത്ഥമാണ് TBA. അതായത് to be admitted or to be announced എന്നുള്ള മീനിങ്. അടുത്തത് TBSP,
ഇത് ചോദിക്കാറുണ്ട്. ഇതും TABയും മാറിപ്പോവരുതേ. TBSP എന്ന് പറഞ്ഞാൽ ടേബിൾ സ്പൂൺ എന്നർത്ഥം. നമ്മളോട് ചില സിറപ്പുകളൊക്കെ പറയാറില്ലേ, 1 ടേബിൾ സ്പൂൺ കഴിക്കാം പറയാറുണ്ടോ? അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ കഴിക്കാം പറയാറില്ലേ? അപ്പൊ അതിനെ TBSP ആണ് കേട്ടോ ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത്. TAB ആണെങ്കിൽ അത് ടേബിൾ എന്നുള്ളൊരു അർത്ഥമാണ്. അത് മാറിപ്പോകരുത് കേട്ടോ. അടുത്തതാണ് ടെക്. ടെക് എന്ന് പറഞ്ഞാൽ ടെക്നീഷ്യൻ അല്ലെങ്കിൽ ടെക്നോളജിസ്റ്റ് എന്ന് പറയാം. ടെക്നീഷ്യനെയും പറയാം, ടെക്നോളജിസ്റ്റിനെയും പറയാം. അടുത്തത് ക്യാപിറ്റൽ ലെറ്റർ TIA എന്ന് പറഞ്ഞാൽ ട്രാൻസിയന്റ് ഇസ്കെമിക് അറ്റാക്ക് എന്ന് വെച്ചാല് ട്രാൻസിയന്റ് ഇസ്കെമിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രോക്ക് ലൈക്ക് സിംറ്റംസ് ആണ്. ഒരു മിനി സ്ട്രോക്ക് എന്നൊക്കെ നമുക്ക് പറയാം. സ്ട്രോക്ക് ലൈക്ക് സിംറ്റംസ് ആണ്. അതായത് ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ടാണെങ്കിൽ നമ്മുടെ ബ്ലഡ് ഫ്ലോ ടു ദ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോയെ എന്ത് ചെയ്യുന്ന കുറവ് വരുന്ന അല്ലെങ്കിൽ തടസ്സം താൽക്കാലികമായിട്ട് തടസ്സം സൃഷ്ടിക്കുന്ന കണ്ടീഷനാണ്. അപ്പൊ അതൊരു മിനി സ്ട്രോക്ക് എന്ന് നമുക്ക് പറയാം. സ്ട്രോക്ക് ലൈക്ക് സിംറ്റംസ് തന്നെയാണ് ഇവിടെ കാണിക്കുക. അതാണ് ട്രാൻസിയന്റ് ഇസ്കെമിക് അറ്റാക്ക് എന്ന് പറയുന്നത്. Then അടുത്തത് സ്മോൾ ലെറ്റർ TID എന്ന് പറഞ്ഞാൽ 3 times a day, അതായത് ഒരു ദിവസത്തിൽ 3 തവണ മരുന്ന് കഴിക്കുക എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. TID 3 times a day, ഒരു ദിവസത്തിൽ 3 പ്രാവശ്യം. Then അടുത്തത് ക്യാപിറ്റൽ ലെറ്റർ TKO എന്ന് പറഞ്ഞാൽ ടു കീപ് ഓപ്പൺ. ടു കീപ് വെയിൻ ഓപ്പൺ, നമ്മുടെ വെയിൻസ് എപ്പോഴും ഓപ്പൺ ആക്കിയിടുക എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താ, IV ഫ്ലൂയിഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കണം അല്ലെങ്കിൽ നൽകണമെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാണ്, വെയിൻസ് ഓപ്പൺ ആക്കിയിടാറുണ്ട് അല്ലേ. കേട്ടോ, നമ്മൾ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞ് നമ്മുടെ കയ്യിലൊരു സാധനം കൊണ്ടുവന്ന് കുത്തും, കണ്ടിട്ടുണ്ടോ? കുട്ടികളോട് നമ്മൾ എന്താ പറയാ, ബട്ടർഫ്ലൈ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. ഇത് ഓപ്പൺ ആക്കിയിടുന്നതല്ലേ നമ്മുടെ കാനുലാസ് പ്ലേസ് ചെയ്യാറില്ലേ. അപ്പൊ അത് നമ്മുടെ എന്താണ്, IV നമ്മുടെ വെയിൻസ് ഓപ്പൺ ആക്കി ഇടുന്നതാണ്. ഇനി ഭാവിയിലേക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഇഞ്ചക്ഷൻസോ കാര്യങ്ങളൊക്കെ മരുന്നുകളോ കാര്യങ്ങളോ കൊടുക്കണമെങ്കിൽ അതിലൂടെ നടത്താം അല്ലെ. പല പ്രാവശ്യം നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് ഇഞ്ചക്ഷൻ എടുക്കേണ്ട കാര്യമില്ല. ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ പിന്നെ നമ്മുടെ അഡ്മിഷൻ ഡിസ്ചാർജ് ചെയ്ത് പോരുന്ന സമയത്താണ് അവരത് റിമൂവ് ചെയ്യുക അല്ലെ. ആണോ? അതാണ് കേട്ടോ TKO അല്ലെങ്കിൽ ടു കീപ് ഓപ്പൺ എന്നുള്ളത് കൊണ്ട് മീനിങ്. അടുത്തത് TPR. TPR എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ. ഇതും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇത് ഓൾറെഡി നിങ്ങൾക്ക് ഇനി മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ വരുന്നുണ്ട്, അവിടെ ഇട്ടാണ് പഠിക്കാനുണ്ട് കേട്ടോ. TPR അതായത് ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ. T ഫോർ ടെമ്പറേച്ചർ, P ഫോർ പൾസ്, and R ഫോർ റെസ്പിറേഷൻ. അപ്പൊ അത് അങ്ങനെയും ചോദിക്കാം കേട്ടോ. T എന്തിനെ സൂചിപ്പിക്കുന്നു? ടെമ്പറേച്ചറിനെയാണ് സൂചിപ്പിക്കുന്നത്. P ആണെങ്കിൽ പൾസിനെയും R ആണെങ്കിൽ റെസ്പിറേഷനെയുമാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ചോദിച്ചാലും എഴുതണേ TPR, ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ. ക്ലിയർ ആണോ? ഓക്കെ. അടുത്തത് TSP എന്ന് പറഞ്ഞാൽ ടീസ്പൂൺ. നമ്മളോട് ടേബിൾ സ്പൂണും പറയാറുണ്ട്, ടീസ്പൂണും പറയാറുണ്ട് അല്ലെ. രണ്ടും വ്യത്യാസമുണ്ട്, അളവിൽ വ്യത്യാസമുണ്ട്. ടീസ്പൂണും ടേബിൾ സ്പൂണും. അപ്പൊ TSPയും TSBPയും മാറിപ്പോകരുത് കേട്ടോ. TBSPയും TSPയും മാറിപ്പോകരുത്. ടേബിൾ സ്പൂണും ടീസ്പൂണും കേട്ടോ. അടുത്തത് TX. ഇതും ചോദിക്കാറുണ്ട്. നമ്മുടെ RX പഠിച്ചു, SX പഠിച്ചു, അടുത്തത് TX ആണ്. TX എന്ന് പറഞ്ഞാൽ എന്താ, ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ ഇതിൽ ആകെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാറുണ്ട്. T ഫോർ ട്രീറ്റ്മെന്റ് എന്ന് പഠിച്ചു കഴിഞ്ഞാല് TX കിട്ടില്ലേ? TX കിട്ടില്ലേ? അപ്പൊ ഡൗട്ട് വരരുത് കേട്ടോ. അത് ചോദിക്കാറുണ്ട് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതുകൊണ്ടാണ് മിസ് പറയുന്നത്. T എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് ആണെന്ന് ആലോചിക്കാം, S എന്ന് പറഞ്ഞാൽ സിംറ്റം ആണെന്ന് ആലോചിക്കാം. അപ്പൊ അത് രണ്ടും മാറില്ലല്ലോ. പിന്നെ R മാത്രമേ ഉള്ളൂ. Rന്റെ ഓപ്ഷൻ പ്രിസ്ക്രിപ്ഷൻ ആണ്. അപ്പൊ അത് മാത്രം ഓർത്ത് വെച്ചാലും മതി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ പഠിക്കാം കേട്ടോ. അടുത്തത് U എന്ന് പറഞ്ഞാൽ യൂണിറ്റ് എന്നാണ് നമ്മൾ പറയാറുണ്ട്. യൂണിറ്റിന്റെ ഷോർട്ട് ആയിട്ട് U എന്ന് എഴുതാറുണ്ട്. ക്യാപിറ്റൽ ലെറ്റർ U എന്ന് പറഞ്ഞാൽ യൂറിനാലിസിസ്. നമ്മുടെ യൂറിൻ ടെസ്റ്റ് ആണ്. യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ടെസ്റ്റ് ഓഫ് യൂറിനെയാണ് യൂറിനാലിസിസ് എന്ന് പറയുന്നത്. നമ്മുടെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടോ, കിഡ്നി പ്രോബ്ലംസ് ഉണ്ടോ, ഡയബറ്റീസ് ഉണ്ടോ, ഇതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് യൂറിനാലിസിസ് എന്ന് പറയുന്നത്. UE, ക്യാപിറ്റൽ ലെറ്റർ UE എന്ന് പറഞ്ഞാൽ അപ്പർ എക്സ്ട്രീമിറ്റി, അതായത് നമ്മുടെ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദ അപ്പർ ബോഡി സർക്കിൾ. നമ്മുടെ അപ്പർ ബോഡിയുടെ ഫങ്ഷണൽ യൂണിറ്റ്, അതായത് ഷോൾഡർ മുതൽ ഫിംഗേഴ്സ് വരെയുള്ള ഭാഗങ്ങളെയാണ് അപ്പർ എക്സ്ട്രീമിറ്റി എന്ന് പറയുന്നത്. അടുത്തത് URI. URI എന്ന് പറഞ്ഞാൽ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ. നമ്മുടെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട അപ്പർ പാർട്ടിൽ ഉണ്ടാകുന്ന, നമ്മുടെ റെസ്പിറേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിന്റെ അപ്പർ ഭാഗത്ത് വരുന്ന, അതായത് ഇപ്പൊ കോമൺ കോൾഡ് മുതലായിട്ടുള്ള പേര്, നമ്മുടെ നോസ്, നമ്മുടെ സൈനസ്, ത്രോട്ട് മുതലായിട്ടുള്ള
ആയി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും ഇൻഫെക്ഷനെയാണ് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് ക്യാപിറ്റൽ ലെറ്റർ USP. USP എന്ന് പറഞ്ഞാല് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫാർമക്കോപ്പിയ. ഇതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫാർമക്കോപ്പിയ എന്ന് പറഞ്ഞാൽ ഇതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് കേട്ടോ. അതായത് മെഡിസിൻസ് സ്റ്റാൻഡേർഡ്, അതായത് ഇപ്പോ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഉണ്ടല്ലോ, മെഡിസിൻസുമായി ബന്ധപ്പെട്ട ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹെൽത്ത് റിലേറ്റഡ് പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടും മെഡിസിൻസുമായി ബന്ധപ്പെട്ട് അതിന്റെ ക്വാളിറ്റിയിലെ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്ന ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫാർമക്കോപ്പിയ എന്ന് പറയുന്നത്. അടുത്തത് ക്യാപിറ്റൽ ലെറ്റർ UTA എന്ന് പറഞ്ഞാൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ഇതറിയാലോ ഇല്ലേ? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പഠിച്ചിട്ടില്ലേ? അടുത്തത് ക്യാപിറ്റൽ ലെറ്റർ BD എന്ന് പറഞ്ഞാൽ വെനേറിയൽ ഡിസീസ്. അതായത് ഇത് നമ്മുടെ ഓൾഡർ ടൈം ആണ്. നമ്മുടെ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് നമ്മൾ പഠിച്ചില്ലേ, STD. അതിന്റെ ഓൾഡർ ടൈം, പഴയ കാലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത് വെനേറിയൽ ഡിസീസ് എന്നുള്ളതാണ് ടേം വെച്ചാണ് കേട്ടോ. വെനേറിയൽ ഡിസീസ് എന്ന് പറഞ്ഞാലും സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. ഗോണറിയ, സിഫിലിസ്, അങ്ങനെ കുറെ അധികം രോഗങ്ങൾ വരുന്നുണ്ട്. അടുത്തത് VOL, വോളിയത്തിന്റെ ഷോർട്ട് ഫോം ആണ് VOL എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ലെറ്റർ VS ആണെങ്കിൽ വൈറ്റൽ സയൻസിനെയാണ് സൂചിപ്പിക്കുക, വൈറ്റൽ സയൻസ്. അടുത്തത് W ബാർ ഇട്ടാൽ വിത്ത് എന്നുള്ളത് അർത്ഥമാണ്. അടുത്തത് നിങ്ങൾക്കറിയാം WBC, അറിയില്ലേ? RBC, WBC, വൈറ്റ് ബ്ലഡ് സെൽസ് അറിയാലോ. നെക്സ്റ്റ് വൺ ആണ് ക്യാപിറ്റൽ ലെറ്റർ WNL. എന്താണ്? വിത്തിൻ നോർമൽ ലിമിറ്റ് എന്ന് വെച്ചാല് ഇപ്പൊ നമ്മള് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ലാബുമായി ബന്ധപ്പെട്ടോ മറ്റെന്തെങ്കിലും ഒക്കെ ടെസ്റ്റുകൾ പേഷ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ അതിനിപ്പോ വൈറ്റൽ സയൻസുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് പ്രഷറോ ഷുഗറോ ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ആ ഒരു റിസൾട്ട്, ആ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത് വിത്തിൻ സ്റ്റാൻഡേർഡ് റേഞ്ച്, എല്ലാത്തിനും ഒരു റേഞ്ചിനുള്ളിൽ നിൽക്കണം എന്ന് പറയാറില്ലേ? ഉണ്ടോ? പ്രഷർ ആണെങ്കിലോ നമ്മൾ ഷുഗർ ചെക്ക് ചെയ്യുമ്പോഴും ഒരു റേഞ്ചിനുള്ളിലാണെങ്കിൽ അത് നോർമൽ ആണ് അല്ലെ? അങ്ങനെയല്ലേ പറയാം നമ്മള്? ആ ഒരു റേഞ്ചിനുള്ളിലാണെങ്കിൽ അത് നോർമൽ ആണ് കേട്ടോ എന്ന് പറയും ഇല്ലേ? അതാണ് വിത്തിൻ നോർമൽ ലിമിറ്റ്. ആ ഒരു നോർമൽ റേഞ്ചിനുള്ളിലാണ് അവരുടെ റിസൾട്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? അടുത്തത് W ബാർ O എന്ന് പറഞ്ഞാൽ വിത്തൗട്ട്. ഇപ്പൊ W മാത്രമുള്ള വിത്ത് എന്നാണ്, ഒരു ബാർ O കൂടി ഉണ്ടെങ്കിൽ വിത്തൗട്ട് എന്നാണ് അർത്ഥം. ഓക്കെ, വേഗം ഒന്ന് വായിച്ചു നോക്കിയ പേജിലെ. അതിൽ ആ ഒരു ടീസ്പൂൺ, ടേബിൾ സ്പൂൺ ഒക്കെ മാറിപ്പോവരുത് കേട്ടോ. അതുപോലെ TPR നോക്കണം, TX നോക്കണം കേട്ടോ. ട്രീറ്റ്മെന്റ് വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ക്ലിയർ ആണോ? കംപ്ലീറ്റ് ആയോ? പറയാലോ നമുക്ക്? ഇമ്പോർട്ടന്റ് പറയുകയാണേ, നോട്ട് ചെയ്യാട്ടോ. 81, 281, 282, 281, 282, 283, 281, 282, 283. Next, 288, 288, 288, 290, 290, 290, 294, 294, 296, 296, 299, 299, 301, 301, then 303, 303. ഒന്നുകൂടി പറയണോ? 281, 282, 283, 288, 290,
294, 296, 299, 301, 303. കിട്ടിയോ? ഏതാണ്? ട്രാൻസിയന്റ് ഇസ്കമിക് അറ്റാക്കോ? അതാണോ ചോദിച്ചേ? ഉണ്ട്. 299 മിസ് പറഞ്ഞില്ലേ? ഉണ്ട് കേട്ടോ. ട്രാൻസിയന്റ് ഇസ്കമിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മിനി സ്ട്രോക്ക് ലൈക്ക് സിംറ്റംസ് തന്നെയാണ്. ഒരു മിനി സ്ട്രോക്ക് എന്ന് നമുക്ക് പറയാം. താൽക്കാലികമായിട്ട് ടെമ്പററി ആയിട്ടെങ്കിലും നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോയിൽ എന്തെങ്കിലും തടസ്സം വരുന്ന ആ ഒരു കണ്ടീഷൻ. അപ്പൊ ഒരു സ്ട്രോക്ക് ലൈക്ക് സിംറ്റംസ് തന്നെയായിരിക്കും കാണിക്കുക കേട്ടോ. അതാണ് ട്രാൻസിയന്റ് ഇസ്കമിക് അറ്റാക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് കുറച്ച് സിംറ്റംസ്. അബ്രിവിയേഷൻസ് എന്ന് പറയാൻ പറ്റില്ല, അബ്രിവിയേഷൻ ആണ്, പക്ഷെ നമുക്ക് കുറച്ച് പിക്ചേഴ്സ് അല്ലെങ്കിൽ ഈ പോലെയുള്ള കുറച്ച് സയൻസ് ആയിരിക്കും ചിലപ്പോൾ തന്നെ കേട്ടോ. ഈ ഒരു പടമൊക്കെ കാണുകയാണെങ്കിൽ അല്ല ഈ ആരോ മാർക്കുകൾ കാണുകയാണെങ്കിൽ വ്യക്തമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടാവേ ഈ പറയുന്ന സയൻസ് ആണ് കാണുന്നതെങ്കിൽ അത് ഏതാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതിൽ ഈ ഭാഗത്ത് നിന്ന് വരാറുണ്ട് ക്വസ്റ്റ്യൻസ്. അപ്പൊ ആ ഒരു പിക്ചർ നിങ്ങളൊന്ന് ആ ഒരു സൈൻ ഏതാണ്, അതിൽ കാണിക്കുന്ന സൈൻ ഏതാണ് എന്നുള്ളത് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ലാസ്റ്റ് ഭാഗമാണ് നമ്മുടെ അബ്രിവിയേഷന്റെ. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് വൺ ആണ് സ്മോൾ ലെറ്റർ WT. അതായത് വെയിറ്റിനെ നമ്മൾ ഇങ്ങനെയല്ലേ സൂചിപ്പിക്കുക, ഷോർട്ട് ആയിട്ട് നമ്മൾ വെയിറ്റ് ഇങ്ങനെയല്ലേ ഇടാം. വെയിറ്റ് എന്ന് പറയുന്നത് YO, ഇയേഴ്സ് ഓൾഡ്. നമ്മൾ എഴുതാറില്ലേ 5 years old, അല്ലെങ്കിൽ ചിലവര് വൈൽഡർ സൈഡിൽ ഒരു ബാറും കൂടി ഇടാറുണ്ട്, ഡപ്പർ എന്നുള്ള രീതിയിലുള്ള ഒരു സ്ലാഷും കൂടി ഇട്ട് കൊടുക്കാറുണ്ട്. ഇയേഴ്സ് ഓൾഡ് എന്നുള്ളതാണ് YO എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സ്മോൾ എക്സ് ഒരു ഹൈഫൺ ആണെങ്കിൽ എക്സെപ്റ്റ് ഒഴികെ അല്ലെങ്കിൽ കൂടാതെ എന്നുള്ളൊരു അർത്ഥമാണ്. പ്രൈമറി, അതായത് നമ്മൾ അങ്ങനെ തന്നെയാ 1 degree എന്ന് പറഞ്ഞാൽ പ്രൈമറി എന്നാണ് അർത്ഥം അല്ലെ. 2 degree എന്ന് പറഞ്ഞാൽ സെക്കൻഡറി എന്നാണ് അർത്ഥം. 3 ആണെങ്കിലോ 3 degree ആണ് ടെർഷറി അല്ലേ. നമ്മൾ മുമ്പ് സ്കൂളിലെ മാത്സുമായി ബന്ധപ്പെട്ടപ്പോൾ കേട്ടിട്ടുള്ള ടേം തന്നെയാണ്. കേട്ടിട്ടില്ലേ? പ്രൈമറി, സെക്കൻഡറി, ടെർഷറി കേട്ടിട്ടില്ലേ? അടുത്തത് ആരോ മാർക്ക് മുകളിലേക്കാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ അത് ഇൻക്രീസ്ഡ് എന്നും, ആരോ മാർക്ക് താഴേക്കാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ അത് ഡിക്രീസ്ഡ് എന്നുമാണ് പറയേണ്ടത്. മുകളിലേക്കാണെങ്കിൽ ഇൻക്രീസ്ഡ് എന്നും താഴേക്കാണെങ്കിൽ ഡിക്രീസ്ഡ് എന്നും അല്ലെ. ചില ആളുകളൊക്കെ നിങ്ങളിൽ പലരും ചിലപ്പോൾ ഷോർട്ട് വേർഡ് ആയിട്ട് എഴുതാറുണ്ടാവും. ഈ ഒരു കാര്യം ചെയ്യാറുണ്ടാവും. ചില ആളുകൾ ഇൻക്രീസ്ഡ് പകരം ആരോ മാർക്ക് ഒക്കെ ഇട്ട്, അതായത് നമ്മൾ ലെക്ചർ നോട്ടൊക്കെ എഴുതുന്ന സമയത്തൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഇൻക്രീസ്ഡ് ആണെങ്കിൽ മുകളിലേക്ക്, ഡിക്രീസ്ഡ് ആണെങ്കിൽ താഴേക്ക് എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. ദെൻ അടുത്ത ഒരു ചിഹ്നമാണ് നോ, നോട്ട്, നൺ എന്നാണ് അതിന്റെ അർത്ഥം. നോ, നോട്ട്, നൺ. അതായത് ഒരു ഓയുടെ അല്ലെങ്കിൽ ഒരു സീറോന്റെ ഒരു ഹൈഫൺ ഇട്ട് ഒരു സ്ലാഷ് ഇട്ട് കുറിച്ചിരിക്കുന്ന പോലെ നോ, നോട്ട് അല്ലെങ്കിൽ നൺ എന്നാണ് അർത്ഥം. ക്യാപിറ്റൽ ലെറ്റർ R എന്ന് മാത്രമാണ് റൈറ്റിനെ സൂചിപ്പിക്കുന്നു. ക്യാപിറ്റൽ ലെറ്റർ L ആണെങ്കിൽ അത് ലെഫ്റ്റിനെ സൂചിപ്പിക്കുന്നു. ഇപ്പൊ നമ്മുടെ ബോഡിയുടെ ആണെങ്കിലും നിങ്ങൾ എക്സ്റേ എടുക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ RL എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? കണ്ടിട്ടുണ്ടോ? റൈറ്റ് സൈഡ് ആണെങ്കിൽ R, ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ L എന്നൊക്കെ നമ്മൾ എഴുതി വെക്കും. അതിൽ ആളുകൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ R എന്ന് പറഞ്ഞാൽ റൈറ്റ് എന്നും L എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് എന്നുമാണ്, അതറിയാലോ. അടുത്ത ഒരു ചിഹ്നമാണ് മൈക്രോ കേട്ടോ. യു എന്ന് പറഞ്ഞ ഒരു മൈക്രോ എന്നുള്ള ചിഹ്നമാണ്. അടുത്തതാണ് ആൽഫ. നെക്സ്റ്റ് വൺ ആണ് ബീറ്റ. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും, കാരണം എയുടെ ഒരു ചിഹ്നമല്ലേ, എയുടെ പോലെയല്ലേ നമുക്ക് വായിക്കാൻ പെട്ടെന്ന് അല്ലേ. എയുടെ പോലെ നമുക്ക് വായിക്കാമല്ലോ. അപ്പൊ അത് ആൽഫയാണ്. അടുത്തത് ബിയുടെ പോലെയല്ലേ എഴുതിയിരിക്കുന്നേ, അപ്പൊ അത് ബീറ്റയാണ്. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നേ. ആൽഫ അല്ലാതെ എ ആണെന്നൊന്നും വിചാരിച്ചിരുന്നുണ്ട്, അതിന്റെ ചിഹ്നത്തിൽ വ്യത്യാസമുണ്ട്, പക്ഷെ എളുപ്പത്തിൽ പറയുന്നതാണ് കേട്ടോ. ആൽഫ, ബീറ്റ. നെക്സ്റ്റ് അപ്രോക്സിമേറ്റ്ലി. ഈ ചിഹ്നവും നിങ്ങൾ യൂസ് ചെയ്ത് കണ്ടിട്ടില്ലേ? അപ്രോക്സിമേറ്റ്ലി, ഏകദേശം എന്നുള്ളൊരു വേണ്ടി. ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് ടൈംസ് 2 എന്നാണ് കേട്ടോ. ഇവിടെ 6 അല്ല കേട്ടോ, ഇൻറ്റു ആണ്. അതെ,
നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യില്ലേ, ഇൻറ്റു 2 നമ്മൾ പറയില്ലേ, 1 into 2 അല്ലെങ്കിൽ 2 into 2 എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതിന് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചിഹ്നമാണ് കേട്ടോ അവിടെ 2 എന്ന് പറയുന്നത്. അവിടെ ആ ഒരു ഇൻറ്റു എന്നുള്ളൊരു ഇതാണ് കേട്ടോ. അവിടെ ടൈംസ് 2, അതായത് 2 times എന്നാണ് അർത്ഥം കേട്ടോ. ട്വൈസ് അല്ലെങ്കിൽ 2 times ആണ്. അപ്പൊ 6 മാറ്റി അവിടെ t എന്നാക്കണം കേട്ടോ. മീനിങ് വരുമ്പോ ടൈംസ് 2 അല്ലെങ്കിൽ 2 times എന്ന് എഴുതുക കേട്ടോ. എഴുതിയോ? പിന്നെ വായിക്കുമ്പോ അയ്യോ മിസ് അത് എക്സ് ആയി എന്ന് വിചാരിക്കരുത് കേട്ടോ. അത് എക്സ് അല്ലേ കേട്ടോ, ഇൻറ്റു ആണ് കേട്ടോ. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഇൻറ്റു മാർക്കിടില്ലേ, അതാണ് കേട്ടോ. അടുത്തത് പെർ എന്നുള്ള അർത്ഥമാണ്. നെക്സ്റ്റ് ഒരു ഈക്വൽ ടുന് ഒരു സ്ലാഷ് ഇട്ട് നോട്ട് ഈക്വൽ എന്ന് എഴുതാറുണ്ട് അല്ലെ. ഈക്വൽ ടു ആണെങ്കിൽ ഈക്വൽ എന്നുള്ളതും അതിന്റെ ബാർ ഇട്ട് കഴിഞ്ഞാൽ അത് നോട്ട് ഈക്വൽ എന്നുള്ളതുമാണ്. ദെൻ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ, ഇതറിയാലോ, അറിയില്ലേ? ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ, ഇത് നമ്മൾ കുഞ്ഞു ക്ലാസ് തുടങ്ങിയ മാത്സിൽ പഠിക്കുന്നതാണ് അല്ലെ. ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ. ദെൻ അടുത്തത് ക്വസ്റ്റ്യനബിൾ പോസിബിൾ, ക്വസ്റ്റ്യൻ മാർക്കാണ് അല്ലെ. ക്വസ്റ്റ്യനബിൾ ആണ്, അതിന് നമുക്ക് സാധ്യമാണോ എന്നും നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാ ചോദിക്കാം അല്ലെ. അടുത്തത് ഒരു ട്രയാങ്കിൾ പോലത്തെ ചിഹ്നമാണ്, ചേഞ്ച് എന്നുള്ള അർത്ഥമാണ് കേട്ടോ, ചേഞ്ച്. ദെൻ അടുത്തത് ഒരു ഹൈഫൺ അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് നമ്മളിങ്ങനെ എഴുതാറില്ലേ. പ്ലസ് ആണെങ്കിൽ പോസിറ്റീവോ, ഒരു ഹൈഫൺ ഇട്ട പോലെയാണെങ്കിൽ അത് നെഗറ്റീവ് എന്നല്ലേ, നെഗറ്റീവ് മാർക്ക് അല്ലേ ഇത്. പ്ലസ് ആണെങ്കിൽ അത് പോസിറ്റീവ് മാർക്കും കേട്ടോ. ഓക്കെ, വേഗം ഒന്ന് വായിച്ചു നോക്കി. ഇനി ഒരു 2 കൂടി ഉണ്ട്, അതുകൂടി നമുക്ക് പറയാം കേട്ടോ, അതിന്റെ കൂടെ പറയാം. അടുത്തത് ഫീമെയിലിനെയും മെയിലിനെയും സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങളാണ്. ഫീമെയിൽ ആണെങ്കിൽ ഒരു റൗണ്ട്, ആ ഒരു റൗണ്ടിന്റെ താഴെ പ്ലസ് ആണെങ്കിൽ അത് ഫീമെയിൽ, മുകളിലേക്ക് ഒരു ആരോ ആണെങ്കിൽ അത് മെയിൽ ആണ് കേട്ടോ. അതിലേതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കാം, അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം, തെറ്റിപ്പോവില്ല കേട്ടോ. അപ്പൊ പ്ലസ് ആണെങ്കിൽ അത് ഫീമെയിൽ ആണ്, മുകളിലേക്ക് ആരോ ആണെങ്കിൽ അത് മെയിൽ ആണ്. അപ്പൊ അതിൽ ഏതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് ഒരെണ്ണം ബൈഹാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരെണ്ണം മനസ്സിലാക്കി പഠിക്കാം. അപ്പൊ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി അടുത്തൊരു ഓപ്ഷൻ വന്നാൽ അത് മറ്റേതാണെന്ന് നമുക്ക് പറയാലോ അല്ലെ. പ്ലസിന്റെ ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, ഫീമെയിൽ ആണ് നിങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പൊ നെക്സ്റ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ അത് ഫീമെയിൽ അല്ല മെയിൽ ആയിരിക്കും എന്നറിയാലോ. അങ്ങനെയെങ്കിൽ പഠിച്ചു വയ്ക്കാം കേട്ടോ. ചോദിക്കാറുണ്ടേ, വേഗം ആ ഭാഗം ഒന്ന് നോക്കി ഒന്ന് റിപ്ലൈ ചെയ്യട്ടോ. മിസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, പറയട്ടെ മിസ്, വായിച്ചു കഴിഞ്ഞില്ലേ? ഓക്കെ, ശരി. ഫസ്റ്റ് വൺ ട്ടാ, 304 ഇമ്പോർട്ടന്റ് പറയാണ്. 304 ഫസ്റ്റ് വൺ, 304. നെക്സ്റ്റ് 309 309 310 309 310. അപ്പൊ അവിടെ 3 വെയിറ്റിന്റെ കേട്ടോ. 304 വരുന്നുണ്ട്, 309 ഇൻക്രീസ്ഡും ഡിക്രീസ്ഡും രണ്ടും വരുന്നുണ്ട്. 310 അല്ലെ, 310 രണ്ടെണ്ണം. അങ്ങനെ ടോട്ടൽ 3 ആയി. നെക്സ്റ്റ് 312 312 313 റൈറ്റും ലെഫ്റ്റിന്റെ 312 313. നെക്സ്റ്റ് ആൽഫ ബീറ്റ കേട്ടോ. 315 316 315 316 ആൽഫ ബീറ്റ. നെക്സ്റ്റ് ആ ലാസ്റ്റ് വണ്ണില്ലേ ചേഞ്ച് എന്ന് പറയുന്നത് 324 324 324. അതുപോലെ ലാസ്റ്റത്തെ 2 എണ്ണം ഉണ്ട്, ഫീമെയിലും മെയിലും ഉണ്ട് കേട്ടോ. 326 327. ഈ പേജില് 326 327 രണ്ടും വരുന്നുണ്ട്. മറ്റേ പേജിലാവുമ്പോൾ 324 വരുന്നുണ്ട്, അതുപോലെ 316 വരുന്നുണ്ട്, 315 വരുന്നുണ്ട്, 313 വരുന്നുണ്ട്, 312 വരുന്നുണ്ട്, അതുപോലെ 310 309 അതുപോലെ തന്നെ 304. കിട്ടിയോ?
ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. അപ്പോ നമ്മുടെ ഈ ലാസ്റ്റ് ചാപ്റ്റേഴ്സ് ആണ്. ഇനി ആകെ നിഷ മിസ്സിന് മാത്രമേ കുറച്ച് ഭാഗം മാത്രമേ എടുക്കാനുള്ളൂ. അങ്ങനെയാണെങ്കിൽ നാളെ മിസ് മാത്രമേ കയറുള്ളൂ കേട്ടോ. മിസ്സിന്റെ ഒരു മിസ് മാത്രമേ കയറി ആ പോർഷൻസ് തീർക്കും. ബാക്കിയുള്ള ടീച്ചേഴ്സിനെയും കംപ്ലീറ്റ് അല്ലേ? ഓക്കെ, ശരി. അപ്പൊ മിസ് മാത്രമേ നാളെ കയറുള്ളൂ കേട്ടോ. അപ്പൊ എടുക്കാനുള്ള ഭാഗം നാളെ കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ അതിനുശേഷം നമുക്ക് സ്റ്റഡി ലീവും കാര്യങ്ങൾക്കുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ വിടും. അതിനനുസരിച്ച് പഠിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ എടുത്ത ചാപ്റ്റേഴ്സ് എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് 1 and 2 മോഡ്യൂൾസിലെ. അപ്പൊ അതിനനുസരിച്ച് പഠിച്ചു വെക്കാം. ഇപ്പോഴും തുടങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളവരാണെങ്കിൽ ഇനിയും നിങ്ങൾക്ക് മുന്നിൽ സമയമുണ്ട്, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കിട്ടുന്ന സമയങ്ങള് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാം കേട്ടോ. ഈ ഭാഗമൊക്കെ ഒന്ന് വ്യക്തമായിട്ട് പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൻ എക്സാമിലേക്ക് വരുമ്പോഴും, കാരണം മെയിൻ എക്സാമിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഈ ഭാഗം വൃത്തിയായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാണ്. കാരണം എന്താ, ഇനി നമുക്കൊരു 2 മോഡ്യൂളും കൂടി പഠിക്കാനുണ്ട് ഇല്ലേ? നമ്മുടെ മിഡ് ടേം എക്സാം അല്ലേ ആയിട്ടുള്ളൂ. 1, 2 മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി 2ഉം 3ഉം 4ഉം കിടക്കല്ലേ. അപ്പൊ 3ഉം 4ലേക്ക് വരുമ്പോ കുറച്ചും കൂടി അധികം പഠിക്കാനുള്ള ഭാഗങ്ങളാണ്, തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പൊ അതിന് കുറച്ചും കൂടി സമയം നമ്മൾ കണ്ടെത്തണമെങ്കിൽ ഈ ഭാഗം നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞാൽ നമുക്ക് അതിന് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാം അല്ലേ? അത് മുൻകൂട്ടി പറയുന്നതാണ് കേട്ടോ. നിങ്ങൾ ആ സമയത്ത് ഞങ്ങളെല്ലാം ഒരുമിച്ച് മെയിൻ എക്സാമിന് പഠിച്ചോളാം എന്ന് പറഞ്ഞിരുന്നാല് നമുക്ക് സമയം അധികം ഉണ്ടാവില്ല. ആ ഭാഗങ്ങൾ കുറച്ചുകൂടി കവർ ചെയ്യാൻ സമയം വേണ്ട ഭാഗങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഭാഗം എളുപ്പമല്ലേ? കുറെയൊക്കെ എളുപ്പമല്ലേ? ഓരോ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നില്ലേ? ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് ഒഫീഷ്യലി അറിയിക്കും കേട്ടോ. ഒഫീഷ്യലി ഡേറ്റും എത്ര ദിവസം സ്റ്റഡി ലീവും കാര്യങ്ങളും ഉണ്ടാവും, എന്നാണ് എക്സാം, ഏത് സമയമാണ് നമുക്ക് ഒഫീഷ്യലി അറിയിക്കും കേട്ടോ. നോട്ടിഫിക്കേഷൻ വരുവേ, മെസ്സേജ് ആയിട്ട് വരും കേട്ടോ. ഓക്കെ, അപ്പൊ അതിന് മുൻപായിട്ട് ഇപ്പൊ ഡേറ്റ് ഒന്നും വരാൻ നോക്കിയിരിക്കണ്ട, അതിന് മുന്നേ തന്നെ പഠിച്ചു തുടങ്ങാം കേട്ടോ. അപ്പൊ പഠിച്ചു തുടങ്ങിയിട്ടില്ല എങ്കിൽ ഇപ്പോഴേ തുടങ്ങാൻ സമയമുണ്ട് നമ്മുടെ മുന്നില്. വ്യക്തമായിട്ട് ഈ ഭാഗങ്ങളൊന്ന് പഠിച്ചു വെക്കാം. അതിനനുസരിച്ച് മാർക്കൊക്കെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാം കേട്ടോ. ഒരിക്കലും ഇത് നമുക്ക് വേറൊരാൾക്ക് വേണ്ടി ചെയ്യുന്ന എക്സാം ആയിട്ട് തോന്നില്ല. എനിക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലായിരിക്കണം കേട്ടോ. ഞാൻ പഠിച്ചാൽ എനിക്ക് മാർക്ക് കിട്ടും, ശരിയല്ലേ? നമ്മൾ പഠിക്കുമ്പോഴേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അല്ലാതെ ആളുകൾ എന്തോരം പഠിച്ചു അല്ലെങ്കിൽ എനിക്കിത് പഠിക്കാൻ പറ്റുന്നില്ല എന്നൊന്നും വിചാരിച്ചിരിക്കണ്ട. നമുക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റും അതിന് നമ്മൾ മാക്സിമം നമ്മുടെ എഫേർട്ട് എടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അതിന് നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അത് നിങ്ങൾക്ക് ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ കയ്യിൽ കുറച്ച് എഫേർട്ട് എടുക്കുക. അപ്പൊ അറിയാവുന്ന ഭാഗമാണെങ്കിൽ പോലും 1-2 പ്രാവശ്യം ഒന്ന് വായിച്ചു വിടാം. ഇനി അറിയാത്ത ഭാഗമാണെങ്കിൽ നിങ്ങൾ നല്ല കോൺസെപ്റ്റ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ചില ഭാഗങ്ങൾ നമുക്ക് ചില ആളുകൾക്ക് കിട്ടാത്ത ഭാഗങ്ങളുണ്ടാവും ഇല്ലേ? എല്ലാവർക്കും ഒരേ കപ്പാസിറ്റി അല്ല അല്ലെ? അത് ഗ്രാസ്പ് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഒരേ കപ്പാസിറ്റി അല്ല. അപ്പൊ അങ്ങനെ കിട്ടാത്ത ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും അത്തരം ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ വളരെ ടയർഡ് ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ മടുത്തിരിക്കുമ്പോൾ ഒരിക്കലും ആ ഭാഗം എടുത്ത് പഠിക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് കോൺസെൻട്രേഷൻ ഒട്ടും സമയം കിട്ടാത്ത സമയമായിരിക്കും, ശരിയല്ലേ? അപ്പൊ നമുക്ക് ഒന്നുകൂടി മടുപ്പ് തോന്നേയുള്ളൂ, ആ ഭാഗം ഒന്ന് പഠിക്കണ്ടാന്ന് തോന്നുള്ളൂ. അതേസമയം നമ്മൾ കുറച്ച് ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് സമയമുണ്ട്, നമ്മൾ റിലാക്സ്ഡ് ആണ്, നമ്മൾ ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയമാണെങ്കിൽ അപ്പൊ ആ ഭാഗം എടുക്കാം കേട്ടോ. അപ്പൊ ആ ഭാഗം എടുത്തിട്ട് അതൊന്ന് മനസ്സിരുത്തി തന്നെ നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുത്തുകൊണ്ട് 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ മതി, അത് നന്നായിട്ടൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കുകയാണെങ്കിൽ ആ ഭാഗം കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. അങ്ങനെയുള്ള ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇപ്പൊ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ് മുതൽ മിസ്സിന്റെ ക്ലാസ്സുകളായിരിക്കും, നിഷ മാമിന്റെ ആയിരിക്കും. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പോർഷൻസ് ഒക്കെ കഴിയും. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് കയറില്ല. നാളെ മിസ്സിന്റെ ഒരു അവർ ഉണ്ടായിരുന്നു, അത് കയറില്ല. നിഷ മിസ്സിനോട് കൂടി കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പൊ എല്ലാവരും പഠിക്കാം, നല്ല മാർക്ക് സ്കോർ ചെയ്യാം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.